ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ വളരെ സ്പെഷ്യലായിട്ടൊരു കുറച്ച് ചേരുവകളുള്ളൊരു കറി, നല്ലൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാം പറ്റിയൊരു കറിയാണ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തു, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് തയ്യാറാക്കാം. ചട്ടി അടുപ്പേ വെച്ചു, വെളിച്ചെണ്ണ അനന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് ഇപ്പോൾ നമ്മൾ ഉള്ളിയെല്ലാം വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മളിനി ഇതിന് വേണ്ടുന്ന സാധനങ്ങളാണ് മുളക് പൊടി, മല്ലിപ്പൊടി, സ്വല്പം പെരിഞ്ജീരകം. ഇതിന് ആവശ്യത്തിനുള്ളത് ചേർക്കാവുന്നതാണ്. പച്ചമുളക് ഇട്ടതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. അപ്പം നമുക്ക് നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി മല്ലിപ്പൊടിയാണ്. അപ്പോൾ ഇനി നമ്മളിച്ചിരി ഗരം മസാല മാത്രം പൊടിച്ചിട്ടതാണ്. അവിടെ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഗ്രേവിക്കൊരു ശകലം തിക്നെസ് വരാൻ വേണ്ടി നമുക്ക് ഇതിൽ നിന്നൊരു 2 സ്പൂണ് വഴറ്റിയതെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതും 3-4 അണ്ടിപ്പരിപ്പും എല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നല്ലൊരു തിക്ക് ഗ്രേവി കിട്ടും. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഒഴിക്കും. അപ്പോൾ നമ്മുടെ വളരെ കുറച്ച് ചേരുവകളുണ്ട്. നമ്മുടെ ഉള്ളി തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണവും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് ഇതിനകത്ത് ഇച്ചിരി കരിവേപ്പില ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ശുഭദിനം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ബൈ ബൈ. നമ്മളിതിന് ഒരു അരിപ്പത്തിരിയാണ് തക്കാളിക്കറിക്ക് എടുക്കുന്നത്. നമുക്ക് ചുട്ടെടുക്കാം.